ഹായ് ഫ്രണ്ട്സ്, ഇത് ലക്ഷദ്വീപുകാരുടെ ഒരു വിഭവമാണ്. ഞങ്ങൾ ലക്ഷദ്വീപിൽ ആണുള്ളത്. അപ്പോൾ അവിടെ ഒരു കല്യാണത്തിനാണ് ആദ്യം ഫസ്റ്റ് പോയത്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചതാണ്. അപ്പോൾ അവർ അയൽവാസികളെല്ലാം ചേർന്ന് ഇവിടെ ഇതുപോലെ കിലാഞ്ചിയും പാലും റെഡിയാക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഉരുളിയിൽ ഇങ്ങനെ തിന്നായി കൂട്ടിക്കൊടുത്ത് റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചപ്പോൾ നമ്മൾ നാട്ടിൽ റോൾ ഉണ്ടാക്കുമ്പോൾ അരക്കുന്നത് പോലെ പച്ചരി മുട്ടയും കൂട്ടി അരക്കുന്നതാണ്. അങ്ങനെ ഇത് തിന്നായി പരത്തി എല്ലാവരും കൂടി ഇങ്ങനെ പലയിലിങ്ങനെ അമർത്തി വെച്ച് സെറ്റാക്കി വെക്കുന്നതാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ പാലും കിലാഞ്ചിയൊക്കെയാണ് ഇവർ ആദ്യം ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാറ്. കല്യാണത്തിനും ഫസ്റ്റായിട്ട് ഇതാണ് കൊടുക്കുന്നത്. പിന്നെ ഇവർക്ക് പ്രധാനപ്പെട്ടത് ഒരു ഫിഷാണ്, സൂത. അത് എല്ലാ ഫങ്ഷനും എല്ലാ സമയത്തും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉച്ചക്കും എല്ലാത്തിനും അത് നിർബന്ധമാണ്. സൂത എന്ന് പറഞ്ഞ ഫിഷ്. അങ്ങനെ ഇതിൻ്റെ പാലാണ് ഉണ്ടാക്കുന്നത്. ഇവർ ദീപം ചക്കരയോട് ഉണ്ടാക്കാറ്. തേങ്ങാപ്പാലെടുത്ത് തിളപ്പിക്കാതെ അതിലേക്ക് ദീപം ചക്കര ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ പഴം ചെറുതായി അരിഞ്ഞതും ചേർത്താണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇവർ പറയുന്ന വീഡിയോ ആണിത്. അങ്ങനെ നമുക്ക് ചക്കര തിന്നോക്കാനും തന്നു. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. അങ്ങനെ ഇതാ കിലാഞ്ചിയെല്ലാം ഒരു പ്ലേറ്റിലിട്ട് പാലൊക്കെ ഒഴിച്ച് ഞാൻ കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ്. കഴിച്ചാലും പിന്നെയും കഴിക്കാൻ തോന്നും. അങ്ങനെ ഇതാ സൂത മീനും കിലാഞ്ചും പിന്നെ നമുക്ക് നല്ല വിരുന്നെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. മട്ടൻ കറി, ചിക്കൻ കറി, പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട തേങ്ങച്ചോറ്. റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് തേങ്ങച്ചോറ്. തേങ്ങാപ്പാലെല്ലാം ചേർത്ത് പിന്നെ മാസ് കറിയാണിത്. മാസും ഈ സൂതമീനും ഇതെല്ലാം ഇവർക്ക് ഭയങ്കര നിർബന്ധമാണ്. നെയ്സ് പത്തിരിയൊക്കെ ഉണ്ടായിന്, സലാഡുമെല്ലാം. നല്ലൊരു വിരുന്നാണ് നമുക്ക് തന്നത്. നല്ല ടേസ്റ്റാണ് എല്ലാം കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക.